പഴനിയിൽ നിന്ന് അടുത്തതായി ഇഷയിലേക്ക് യാത്ര തിരിച്ചു. പഴനിയിൽ നിന്ന് ഇഷയിലേക്ക് ഏകദേശം 131 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് നല്ല വിശപ്പ് തുടങ്ങി. അങ്ങനെ 2:30 ആയപ്പോൾ കോയമ്പത്തൂരെത്തി. കോയമ്പത്തൂരിൽ നിന്ന് പ്യുവർ വെജ് മാത്രം കിട്ടുന്ന GR ഹോട്ടലിൽ വെച്ച് നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചു. നല്ല ചോറും കറിയും 6 തരം തൊടുകറിയും കൂട്ടി നല്ല ഊണ് കഴിച്ചു. നല്ല തൂവെള്ള ചോറ്, സാമ്പാർ, കൂട്ടുകറി, കേബേജ് തോരൻ, പുളിങ്കറി, അച്ചാർ, മോര്, രസം, പപ്പടം എല്ലാം കൂട്ടി നല്ലൊരു ഊണ് കഴിച്ചു. ഊണും കഴിച്ച് ഇഷയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ നമ്മൾ ഇഷയിൽ എത്തിച്ചേർന്നു. വളരെ പരന്ന് കിടക്കുന്ന ഒരു പ്രദേശം, അതിന് നടുക്കായി ആദിയോഗിയുടെ പ്രതിമയും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അത്രക്കും വൈബുള്ള ഒരു സ്ഥലമാണ്. ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. കോയമ്പത്തൂരിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള വെള്ളിയാങ്കിരിയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഈശ യോഗ കേന്ദ്രമാണ് ഇഷ ഫൗണ്ടേഷൻ്റെ ആസ്ഥാനം. സ്വയം രൂപാന്തരപ്പെടാനുള്ള ഒരു പുണ്യസ്ഥലമാണ് ഇഷ. യോഗയുടെ 4 പ്രധാന പാതകളും, അതായത് ഊർജം, അറിവ്, കർമ്മം, ഭക്തി എന്നിവ കേന്ദ്രം പ്രദാനം ചെയ്യും. കോയമ്പത്തൂരിൽ നിന്ന് 30 കിലോമീറ്റർ പടിഞ്ഞാറായാണ് ഈശ യോഗ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ബെസ്റ്റ് ശില്പമായി ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് അംഗീകരിച്ച ആദിയോഗിയുടെ മുഖത്തിന് 112 അടി ഉയരമുണ്ട്. ശാന്തവും ഊർജ്ജസ്വലവുമായ സ്ഥലം, പ്രകൃതിയുടെയും മാനുഷിക ഘടകങ്ങളുടെയും തികഞ്ഞ സംയോജനം. നമ്മുടെ കേരളത്തിൽ നിന്ന് വളരെയധികം ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. മഹാശിവരാത്രി, പൗർണമി എന്നീ ദിവസങ്ങളിലൊക്കെ പ്രത്യേക ചടങ്ങുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ എത്തിച്ചേർന്നാൽ ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ പകർന്നു നൽകാനായി ഇവിടെ ഇൻഫർമേഷൻ സെൻ്ററുണ്ട്. ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക്, ഇത് നടന്നുകൊണ്ട് കാണുവാൻ ബുദ്ധിമുട്ടുള്ളവർക്കും കാളവണ്ടി സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ തിരിച്ച് നമ്മൾ വന്ന വണ്ടി അടുത്തേക്ക് യാത്രയാവാൻ ഇവിടെ ഒരു വണ്ടി സൗകര്യമുണ്ട്. അതിന് ഒരാൾക്ക് 10 രൂപ വെച്ചാണ് ചാർജ് ചെയ്യുന്നത്. തൊട്ടു പുറകിലായി തന്നെ ബസ് സർവീസും അവൈലബിൾ ആണ്. 3 മണിക്ക് എത്തിച്ചേർന്ന ഞങ്ങൾ ഏകദേശം 5-5:30 ടൈമിൽ നാട്ടിലേക്ക് തിരിച്ചു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ വന്ന നിങ്ങൾക്കൊരു നഷ്ടവും ഉണ്ടാവില്ല. അത്രക്കും നല്ല അനുഭൂതിയുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്നാൽ ഓക്കെ, ബൈ. എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേർന്നുകൊണ്ട് നല്ലൊരു നാളേക്കായി പ്രാർത്ഥിക്കാം.